ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2026 മെയ്യിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അക്ഷര കൈരളിയിലെ +1 തുല്യത മോഡൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലെറ്റ്സ് ബിഗിൻ. Questions 1 to 4. Read the following passage and answer the questions given below. Each question carries 1 score. താഴെ കൊടുത്തിരിക്കുന്ന പാഠഭാഗം വായിച്ച ശേഷം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. പാസേജ് വായിക്കാം. The old man remained in the sun. His kite shop was gone. The premises long since sold to junk dealer, but he still made kites for his own amusement and for the benefit of his grandson Ali. ഇത് കൈറ്റ് മേക്കർ എന്ന ചാപ്റ്ററിലെ പാസേജ് ആണ്. ഈ ചാപ്റ്റർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാരണം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഐഡന്റിഫൈ ദ ലെസൺ. ഈ ലെസൺ ഏതാണെന്ന് തിരിച്ചറിയുക. ആൻസർ: ദ ലെസൺ ഈസ് ദ കൈറ്റ് മേക്കർ. ദ കൈറ്റ് മേക്കർ എന്ന ലെസണിലെ പാഠഭാഗമാണിത്. അടുത്ത ചോദ്യം, ഹു ഈസ് ഹിയർ റെഫേർഡ് ആസ് ദി ഓൾഡ് മാൻ. ഇവിടെ വൃദ്ധൻ എന്ന് പരാമർശിച്ചിരിക്കുന്നത് ആരെയാണ്? ആൻസർ: ദി ഓൾഡ് മാൻ ഈസ് മഹ്മൂദ്, അലീസ് ഗ്രാൻഡ് ഫാദർ. വൃദ്ധൻ അലിയുടെ മുത്തച്ഛനായ മഹ്മൂദാണ്. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻ ടു ഹിസ് ഷോപ്പ്. അദ്ദേഹത്തിൻ്റെ കടയ്ക്ക് എന്താണ് സംഭവിച്ചത്? ആൻസർ: ഹിസ് കൈറ്റ് ഷോപ്പ് വാസ് സോൾഡ് ടു എ ജങ്ക് ഡീലർ. അദ്ദേഹത്തിൻ്റെ പട്ടം വിൽക്കുന്ന കട ഒരു ആക്രി കച്ചവടക്കാരന് വിറ്റു. അടുത്ത ചോദ്യം, വൈ ഡിഡ് ഹി സ്റ്റിൽ മേക്ക് കൈറ്റ്സ്. എന്തിനാണ് അദ്ദേഹം ഇപ്പോഴും പട്ടങ്ങൾ ഉണ്ടാക്കുന്നത്? ആൻസർ: he still made kites for his own amusement and for his grandson Ali. അദ്ദേഹം ഇപ്പോഴും സ്വന്തം വിനോദത്തിനും കൊച്ചുമകനായ അലിക്കും വേണ്ടി പട്ടമുണ്ടാക്കുന്നു. Questions 4 to 8. Read the following lines and answer the questions given below. Each question carries 1 score. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ വായിച്ച ശേഷം 4 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. വരികൾ വായിക്കാം. I sat watching the birds in my cherry tree. There were so many, they outnumbered the leaves. They would fling and flutter and fly all about, stuffing my cherries in their little mouths. ഈ കവിത ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാരണം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചോദ്യത്തിലേക്ക് കടക്കാം. ഐഡന്റിഫൈ ദ പോയറ്റ്. കവിയെ തിരിച്ചറിയുക. ദ പോയറ്റ് ഈസ് എല്ലൻ ബെയ്ലി. കവി എല്ലൻ ബെയ്ലി ആണ്. അടുത്ത ചോദ്യം, where did the poet watch the birds. കവി എവിടെയാണ് പക്ഷികളെ നോക്കിയത്? ആൻസർ: the poet watched the birds in her cherry tree. കവി തൻ്റെ ചെറിമരത്തിൽ വന്നിരിക്കുന്ന പക്ഷികളെയാണ് നോക്കിയത്. അടുത്ത ചോദ്യം, why does the poet say the birds outnumbered the leaves. പക്ഷികൾ ഇലകളേക്കാൾ എണ്ണത്തിൽ കൂടുതലാണെന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ: the poet says this because there were so many birds on the tree. മരത്തിൽ ധാരാളം പക്ഷികൾ ഉണ്ടായിരുന്നതിനാലാണ് കവി ഇങ്ങനെ പറയുന്നത്. അടുത്ത ചോദ്യം, where did they stuff the cherries. അവർ എവിടെയാണ് ചെറി നിറച്ചത്? ആൻസർ: they stuffed the cherries in their little mouths. അവർ അവരുടെ ചെറിയ വായിലാണ് ചെറികൾ നിറച്ചത്. Questions 9 to 12. Answer any 3 from the following. Each question carries 2 scores. 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതം. ചോദ്യം നോക്കാം. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് ഡോക്ടർ BR അംബേദ്കർ ഡെവലപ്പിംഗ് ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ഡോക്ടർ BR അംബേദ്കറുടെ പ്രൊഫൈൽ തയ്യാറാക്കുക. ഹിൻസ് നോക്കാം. ബോൺ 14th April 1891 in മധ്യപ്രദേശ്. പേരൻസ് രാംജി മാലോജി സക്പാൽ, ഭീമാബായ് സക്പാൽ. എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, കൊളംബിയ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, എക്സെട്ര. പൊസിഷൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, എക്സെട്ര. അവാർഡ്സ് ഭാരത് രത്ന 1990, ഡാറ്റ് 6 December 1956. ഇത്രയും സൂചനകൾ ഉപയോഗിച്ച് പ്രൊഫൈൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഡോക്ടർ BR അംബേദ്കർ വാസ് എ ഗ്രേറ്റ് ഇന്ത്യൻ ലീഡർ ആൻഡ് സോഷ്യൽ റിഫോമർ. ഡോക്ടർ BR അംബേദ്കർ ഒരു മികച്ച ഇന്ത്യൻ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. He was born on 14th April 1891 in മധ്യപ്രദേശ്.
1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിസ് പേരൻസ് വെയർ രാംജി മാലോജി സക്പാൽ ആൻഡ് ഭീമാബായ് സക്പാൽ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ രാംജി മാലോജി സക്പാലും ഭീമാബായ് സക്പാലുമായിരുന്നു. He studied hard and got his education from the University of Bombay, Columbia University and the University of London. അദ്ദേഹം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. ബോംബെ സർവകലാശാല, കൊളംബിയ സർവകലാശാല, ലണ്ടൻ സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടി. Dr. Ambedkar was the chairman of the committee that wrote the Indian Constitution. ഇന്ത്യൻ ഭരണഘടന എഴുതിയ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ അംബേദ്കർ. He was also the first law minister of India. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയും അദ്ദേഹമായിരുന്നു. For his great work, he was given the Bharat Ratna Award in 1990. അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾക്ക് 1990 ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. He died on 6 December 1956. 1956 ഡിസംബർ 6 അദ്ദേഹം അന്തരിച്ചു. People remember him as the father of the Indian Constitution and as a leader who fought for equal rights. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന നിലയിലും തുല്യ അവകാശങ്ങൾക്കായി പോരാടിയ നേതാവ് എന്ന നിലയിലും ആളുകൾ അദ്ദേഹത്തെ ഓർക്കുന്നു. ഇത്രയുമാണ് ഡോക്ടർ BR അംബേദ്കറുടെ പ്രൊഫൈൽ റൈറ്റിംഗ്. അടുത്ത ചോദ്യം, ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ പാസീവ് വോയിസിലേക്ക് മാറ്റുക. ചോദ്യം നോക്കാം. ഹി ഈസ് റിപ്പയറിംഗ് ദ സൗണ്ട് സിസ്റ്റം. ദേ കംപ്ലീറ്റഡ് ദ വർക്ക്. ആൻസർ നോക്കാം. ദ സൗണ്ട് സിസ്റ്റം ഈസ് ബീയിങ് റിപ്പയർഡ് ബൈ ഹിം. ദ സൗണ്ട് സിസ്റ്റം ഈസ് ബീയിങ് റിപ്പയർഡ് ബൈ ഹിം. അടുത്തത്, ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ ദം. ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ ദം. അടുത്ത ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോംസ് ഓഫ് ദ വെർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ക്രിയകളുടെ ശരിയായ രൂപം ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ചോദ്യം നോക്കാം. ദ ക്യാറ്റ് ഡാഷ് ഇൻ ദ ചെയർ. സ്ലീപ്പ് എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ പോലീസ്മാൻ ഈസ് ഡാഷ് ദ തീഫ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ചേസ് എന്നാണ്. ആൻസർ നോക്കാം. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഇൻ ദ ചെയർ. അടുത്തത്, ദ പോലീസ്മാൻ ഈസ് ചേസിംഗ് ദ തീഫ്. അടുത്ത ചോദ്യം, വാട്ട് ഫിയർ ഡിഡ് മിക്കാലി ഹാവ് ഓഫ് ദി ഓറിയന്റൽസ്. ഓറിയന്റലുകളെ കുറിച്ച് മിക്കാലിക്ക് എന്ത് ഭയമാണ് ഉണ്ടായിരുന്നത്? ആൻസർ നോക്കാം. മിക്കാലി വാസ് വെരി അഫ്രൈഡ് ഓഫ് ദി ഓറിയന്റൽസ്. മിക്കാലിക്ക് ഓറിയന്റലുകളെ വളരെ ഭയമായിരുന്നു. ഹി ഹാഡ് ഹേർഡ് മെനി സ്കാരി സ്റ്റോറീസ് അബൌട്ട് ദം ഇൻ ദ ക്യാമ്പ്. ക്യാമ്പിൽ വെച്ച് അവരെക്കുറിച്ച് നിരവധി ഭയാനകമായ കഥകൾ മിക്കാലി കേട്ടിരുന്നു. പീപ്പിൾ ടോൾഡ് ഹിം ദാറ്റ് ദി ഓറിയന്റൽസ് വെർ വെരി ക്രൂവൽ. ഓറിയന്റലുകൾ വളരെ ദുഷ്ടന്മാരാണെന്ന് ആളുകൾ മിക്കാലിയോട് പറഞ്ഞു. They said the Orientals had a bad habit of stealing Christian children. ഓറിയന്റലുകൾക്ക് ക്രിസ്ത്യൻ കുട്ടികളെ മോഷ്ടിക്കുന്ന ഒരു ദുശ്ശീലമുണ്ടെന്ന് ക്യാമ്പിലുള്ളവർ മിക്കാലിയോട് പറഞ്ഞു. Then they would kill those children and drink their blood. ഇങ്ങനെ മോഷ്ടിക്കുന്ന കുട്ടികളെ അവർ കൊന്ന് രക്തം കുടിക്കുമായിരുന്നു. Because of these stories, Mikali thought the Chinaman would harm him and the baby. ഈ കഥകൾ കാരണം ചൈനക്കാരൻ തന്നെയും കുഞ്ഞനിയനെയും ഉപദ്രവിക്കുമെന്ന് മിക്കാലി കരുതി. That's why he first shook his head and wanted to run away when the Chinaman asked him to come. അതുകൊണ്ടാണ് ചൈനക്കാരൻ കൂടെ വരാൻ ആവശ്യപ്പെട്ടപ്പോൾ മിക്കാലി ആദ്യം തലയാട്ടി ഓടിപ്പോകാൻ ആഗ്രഹിച്ചത്. He believed the Orientals were dangerous and not to be trusted. ഓറിയന്റലുകൾ അപകടകാരികളാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമാണെന്നും മിക്കാലി വിശ്വസിച്ചു. Questions 13 to 19. Answer any 5 from the following. Each question carries 4 scores. 13 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 മാർക്ക് വീതം. ചോദ്യം നോക്കാം. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് മിസ്സിസ് പോപ്പോ. മിസ്സിസ് പോപ്പോവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക.
പ്രധാനപ്പെട്ട എല്ലാ ക്യാരക്ടർ സ്കെച്ചിൻ്റെയും ഒരു വീഡിയോ ഈ ചാനലിലുണ്ട്. അതിലിതിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കി പഠിക്കുക. അടുത്ത ചോദ്യം, റൈറ്റ് ആൻഡ് അപ്രീഷിയേഷൻ ഓഫ് ദ ഫോളോയിങ് ലൈൻ. താഴെ കൊടുത്തിരിക്കുന്ന വരികളുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. വരികൾ നോക്കാം. ബട്ട് ദീസ് ഫെതേർഡ് ഫ്രണ്ട്സ് thought not of me, they kept nibbling and gobbling on my cherries. Stop, I shouted, and leave that tree. You have taken more cherries than you need. Answer നോക്കാം. These lines are from My Cherry Tree by Ellen Bailey. എല്ലൻ ബെയ്ലി എഴുതിയ മൈ ചെറി ട്രീ എന്ന കവിതയിലെ വരികളാണിവ. ദിസ് പോം ഈസ് ഈസി ആൻഡ് ഫണ്ണി. ഈ കവിത ലളിതവും രസകരവുമാണ്. ദ പോയറ്റ് സീസ് മെനി ബേർഡ്സ് ഈറ്റിംഗ് ചെറീസ് ഫ്രം ഹർ ട്രീ. തൻ്റെ ചെറിമരത്തിൽ ചെറികൾ കൊത്തി തിന്നുന്ന ഒരുപാട് പക്ഷികളെ കവി കാണുന്നു. ഷീ കോൾസ് ദം ഫെതേർഡ് ഫ്രണ്ട്സ് ബട്ട് ഷീ ഫീൽസ് സാഡ് ബിക്കോസ് ദേ ഈറ്റ് ടു മച്ച്. കവി അവയെ ഫെതേർഡ് ഫ്രണ്ട്സ്, തൂവലുള്ള കൂട്ടുകാർ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അവ അമിതമായി ചെറിപ്പഴങ്ങൾ കഴിക്കുന്നതിനാൽ കവിക്ക് സങ്കടം തോന്നുന്നു. The words nibbling and gobbling tell us the birds eat fast and greedy. Nibbling and gobbling എന്നീ വാക്കുകൾ കവി പ്രയോഗിക്കുന്നുണ്ട്. ഈ വാക്കുകൾ പക്ഷികൾ വേഗത്തിൽ പഴങ്ങൾ കഴിക്കുന്നുവെന്നും അവ അത്യാഗ്രഹികളാണെന്നും നമ്മോട് പറയുന്നു. The poet shouts at the birds. കവി പക്ഷികളോട് ദേഷ്യപ്പെടുന്നു. She tells them to stop and says they took more cherries than they need. കവി പക്ഷികളോട് ചെറി കഴിക്കുന്നത് നിർത്താൻ പറയുന്നു. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ചെറികൾ കഴിച്ചുവെന്ന് പറയുന്നു. ദിസ് ഈസ് ഫണ്ണി ബിക്കോസ് ബേർഡ്സ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ പക്ഷികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ ഇത് നമുക്ക് തമാശയായി തോന്നും. The poem shows that some people think nature is only for them. പ്രകൃതി അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ചില ആളുകൾ കരുതുന്നുവെന്ന് ഈ കവിത കാണിച്ചു തരുന്നു. എല്ലൻ ബെയ്ലി uses simple words and humor to teach us a lesson. എല്ലൻ ബെയ്ലി ലളിതമായ വാക്കുകളും നർമ്മവും ഉപയോഗിച്ച് മനുഷ്യരെ ഒരു പാഠം പഠിപ്പിക്കുന്നു. The lesson is, do not be selfish. We must share nature with birds and animals. പാഠം ഇതാണ്, നമ്മൾ സ്വാർത്ഥരാകരുത്. പക്ഷികളുമായും മൃഗങ്ങളുമായും നമ്മൾ പ്രകൃതിയെ പങ്കിടണം. Even when the poet is angry, she still calls them friends. This shows she is kind. കവി ദേഷ്യപ്പെടുമ്പോഴും അവയെ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നു. ഇത് കവി ദയയുള്ളവളാണെന്ന് കാണിക്കുന്നു. അടുത്ത ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് വേർഡ്സ്, ചൂസിംഗ് ദ കറക്റ്റ് വൺ ഫ്രം ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വാക്കുകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് വിട്ടുപോയവ പൂരിപ്പിക്കുക. ആൻസർ നോക്കാം. ഇത് ദ ബെഗർ എന്ന ചാപ്റ്ററിലെ 86ാമത്തെ പേജിലെ ഒരു പാരഗ്രാഫാണ്. ഉത്തരം റെഡ് മഷി കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലിവ്, ന്യൂ, ഓഫ്, ഓഫ്. അടുത്ത ചോദ്യം, റൈറ്റ് 4 സ്ലോഗൻസ് ദാറ്റ് കൺവേ യുവർ ഒപ്പോസിഷൻ ടു വോർ. യുദ്ധത്തോടുള്ള നിങ്ങളുടെ എതിർപ്പ് അറിയിക്കുന്ന 4 മുദ്രാവാക്യങ്ങൾ എഴുതുക. ആൻസർ നോക്കാം. നോ വോർ, ഓൺലി പീസ്. യുദ്ധം വേണ്ട, സമാധാനം മാത്രം. സ്റ്റോപ്പ് വോർ, സേവ് ലൈവ്സ്. യുദ്ധം നിർത്തൂ, ജീവൻ രക്ഷിക്കൂ. അടുത്തത് പീസ് ഈസ് ബെസ്റ്റ്. സമാധാനമാണ് നല്ലത്. അടുത്തത് വി വോണ്ട് പീസ് നോട്ട് വോർ. നമുക്ക് വേണ്ടത് യുദ്ധമല്ല സമാധാനമാണ്. അടുത്ത ചോദ്യം, മാച്ച് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ലെഫ്റ്റ് കോളം വിത്ത് ദെയർ കറസ്പോണ്ടിങ് ലെസൺസ് ഇൻ ദ റൈറ്റ് കോളം. താഴെ 2 കോളം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ ക്യാരക്ടേഴ്സിൻ്റെ പേരും രണ്ടാമത്തേതിൽ ഓരോ ലെസൻ്റെ പേരും അവ ശരിയായി ചേർത്തെഴുതുക. ആൻസർ നോക്കാം. ഹെലൻ കെല്ലർ, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. സ്മിർനോവ്, ദ ബൂർ. മിക്കാലി, മെറ്റേണിറ്റി. മെഹ്മൂദ്, ദ കൈറ്റ് മേക്കർ. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ ക്രൂ ഗെറ്റ് ബാക്ക് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിലേക്ക് ക്രൂ എങ്ങനെയാണ് തിരിച്ചെത്തിയത്? ആൻസർ നോക്കാം. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ് സ്റ്റോപ്പ് ബിക്കോസ് വാഷിംഗ്ടൺ റോബ്ലിംഗ് ബിക്കേം പാരലൈസ്ഡ് ആൻഡ് കുഡ് നോട്ട് ടോക്ക് ഓർ വോക്ക്. വാഷിംഗ്ടൺ റോബ്ലിംഗ് തളർവാദം പിടിപെട്ട് സംസാരിക്കാനോ നടക്കാനോ കഴിയാതെ വന്നതിനാൽ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. ബട്ട് ഹി സ്റ്റിൽ വോണ്ടഡ് ടു ഫിനിഷ് ദ ബ്രിഡ്ജ്. പക്ഷേ പാലം പൂർത്തിയാക്കണമെന്ന് അദ്ദേഹത്തിന് അപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു. ഹി കുഡ് ഓൺലി മൂവ് 1 ഫിംഗർ. ഒരു വിരൽ മാത്രമേ അദ്ദേഹത്തിന് ചലിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ.
സോ ഹി കോൾഡ് ഹിസ് വൈഫ് എമിലി ആൻഡ് ടാപ്പ് ഓൺ ഹർ ആം. അദ്ദേഹം ഭാര്യ എമിലിയെ വിളിച്ച് അവരുടെ കയ്യിൽ എഴുതി കാണിച്ചു. എമിലി അണ്ടർസ്റ്റുഡ് ഹിസ് സിഗ്നൽസ് ആൻഡ് ലേൺ ഹിസ് മെസ്സേജ്. എമിലി അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കി. ഷീ വെന്റ് ടു ദ വർക്ക് സൈറ്റ് ആൻഡ് ടോൾഡ് ദ എഞ്ചിനീയേഴ്സ് വാട്ട് വാഷിംഗ്ടൺ വാണ്ടഡ്. എമിലി ജോലി സ്ഥലത്തേക്ക് പോയി വാഷിംഗ്ടണിന് എന്താണ് വേണ്ടതെന്ന് എഞ്ചിനീയർമാരോട് പറഞ്ഞു. ഷീ ക്യാരിഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ക്രൂ ഫോർ 11 years. 11 വർഷക്കാലം എമിലി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ക്രൂവിന് കൈമാറി. ഇൻ ദിസ് വേ ദ ക്രൂ ഗോട്ട് ബാക്ക് ടു വർക്ക് ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ് സ്റ്റാർട്ടഡ് അഗെയിൻ. അങ്ങനെ ജീവനക്കാർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. പാലത്തിൻ്റെ നിർമ്മാണം വീണ്ടും ആരംഭിച്ചു. ദ ബ്രിഡ്ജ് വാസ് ഫൈനലി കംപ്ലീറ്റഡ് ഇൻ മെയ് 1883. ഒടുവിൽ 1883 മെയ് മാസത്തിൽ പാലം പണി പൂർത്തിയായി. അടുത്ത ചോദ്യം, പബ്ലിസിറ്റി ഇൻ എസൻസ് ഈസ് നൊസ്റ്റാൾജിക്. എക്സ്പ്ലെയിൻ. പബ്ലിസിറ്റി അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒന്നാണ്. എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻസർ നോക്കാം. Publicity is nostalgic because it uses our happy memories to sell things. പബ്ലിസിറ്റി നമ്മുടെ സന്തോഷം തരുന്ന ഓർമ്മകൾ ഉപയോഗിച്ച് സാധനങ്ങൾ വിൽക്കുന്നതിനാലാണ് അത് ഗൃഹാതുരത്വം ഉണ്ടാക്കുന്നത്. ആഡ്സ് ഡു നോട്ട് ഷോ ദ റിയൽ പാസ്റ്റ്. പരസ്യങ്ങൾ യഥാർത്ഥ ഭൂതകാലത്തെ കാണിക്കുന്നില്ല. ദേ ഷോ എ ഡ്രീം ലൈക്ക് പാസ്റ്റ്. അവ സ്വപ്നതുല്യമായ ഒരു ഭൂതകാലത്തെ കാണിക്കുന്നു. For example, ads for coconut oil or traditional snacks in Kerala show old houses and grandmothers. ഉദാഹരണത്തിന് കേരളത്തിലെ വെളിച്ചെണ്ണയുടെയോ പരമ്പരാഗത ലഘുഭക്ഷണങ്ങളുടെയോ പരസ്യങ്ങൾ പഴയ വീടുകളും മുത്തശ്ശിമാരെയും കാണിക്കുന്നു. ദിസ് മേക്സ് അസ് മിസ് ദ ഗുഡ് ഓൾഡ് ഡേയ്സ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാലം മിസ് ചെയ്യുന്നു. The ad tells us that buying the product will bring back that happy simple life. സാധനം വാങ്ങുന്നത് ആ സന്തോഷവും ലളിതവുമായ ജീവിതം തിരികെ കൊണ്ടുവരുമെന്ന് പരസ്യങ്ങൾ നമ്മോട് പറയുന്നു. സോ പബ്ലിസിറ്റി സെൽസ് എസ് എ ഡ്രീം ഓഫ് ദ പാസ്റ്റ്. ചോദ്യപേപ്പറിൻ്റെ പാർട്ട് 1 വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പാർട്ട് 2 വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.